അപൂർവമായ ഈ കൂട്ടുകെട്ടിൻ്റെ ഒരു രഹസ്യം? ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഇഷ്ടമാണ്. അത് മാത്രം പറഞ്ഞാൽ പോരാ. സാറിന് ഇഷ്ടമുള്ള വേറെ ഒരുപാട് പേരുണ്ട്, മാസ്റ്റർക്ക് ഇഷ്ടമുള്ള വേറെ ഒരുപാട് പേരുണ്ട്. എൻ്റെ കൂടെ 38 സംഗീത സംവിധായകർ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള അത്രയും മ്യൂസിക് ഡയറക്ടേഴ്സ് മറ്റൊരു ഗാനൻ്റെ കൂടെയും വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഈ 38 പേരിൽ എനിക്ക് ഏറ്റവും അധികം പ്രത്യേകതയുള്ള 2-3 പേരുണ്ട്. അവരൊരാളാണ് അർജുനൻ. അത് സാറിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ, നേരെ മറിച്ച് മാസ്റ്റർ സൈഡിൽ നോക്കുമ്പോൾ 38 ഗാനരചയിതാക്കളൊന്നും ഉണ്ടാവില്ല മാസ്റ്റർ കൂടെ, അല്ലേ? മാസ്റ്റർക്ക് പറയാൻ പെട്ടെന്നൊരു അർജുനൻ പറയണം. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ടാവാനുള്ള കാരണം? ഞങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാൻ കാരണക്കാരനെന്ന് പറഞ്ഞാൽ അത് തമ്പി സാർ തന്നെയാണ്. ഞാൻ ഒരു പടം 68 പടം കഴിഞ്ഞ് കറുത്തപൂർണ്ണി എന്ന് പറഞ്ഞ പടത്തിന് ശേഷം എൻ്റെ പാട്ടുകൾ ഞങ്ങൾ തമ്മിൽ കാണുകയോ അദ്ദേഹത്തിൻ്റെ പാട്ട് ഞാൻ കമ്പോസ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ കറുത്തപൂർണ്ണി പാട്ടുകൾ കേട്ടിട്ടാണ് എന്നെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകാരനാണെന്ന് തോന്നിക്കാണോ. കറുത്തപൂർണ്ണമി ആരായിരുന്നു എഴുതിയത്? അത് ഭാസ്കരൻ മാസ്റ്റർ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു പടം വന്നപ്പോൾ റെസ്റ്റ് ഹൗസ് എന്ന് പറയും, KP കൊട്ടാരക്കര, അദ്ദേഹത്തിൻ്റെ പടത്തിന് ഒരാളെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന് മുൻകൈയെടുത്ത് എന്നെ വിളിക്കാനും പ്രൊഡ്യൂസറുമായിട്ട് പരിചയപ്പെടുത്താനും മുൻകൈയെടുത്ത ഒരു എന്തെന്നാ പറയുക, ഒരു നല്ല സുഹൃത്തെന്ന് തന്നെ വേണം പറയാം, തമ്പി സാറാണ്. അതെ. അതിനുശേഷം ഞങ്ങൾ എത്രയോ പടങ്ങൾ ചെയ്തിട്ടുണ്ട്.